Hello, hi friends. Welcome back to Nisha's Powerful Kitchen. എല്ലാവർക്കും നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പുവടയാണ്. ചൂടുള്ള പരിപ്പുവട. നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പരിപ്പ് വടയ്ക്ക് വേണ്ട വടപ്പരിപ്പാണ് വേണ്ടത്. അത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക, വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു അരിപ്പയിലേക്ക് അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ നമുക്ക് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള കുതിർന്ന പരിപ്പ് വെള്ളം നനവില്ലാതെ ഊറ്റിയെടുക്കാൻ ശ്രമിക്കുക. അത് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കരുത്. വെള്ളം കൂടാൻ പാടില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലേ നമുക്കതൊരു വടയാക്കിയിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയ പൊടിച്ചെടുക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത്, അതിലാണ് പൊടിച്ചെടുത്തത്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. ചെറിയ ജാറിൽ ഇഞ്ചി നുറുക്കിയിട്ടിടുക. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ സവാള അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ നമ്മളുടെ വറ്റൽമുളക് അതൊന്ന് നടുമുറിച്ചിട്ടിടാം കേട്ടോ, എങ്കിലേ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു പേസ്റ്റാക്കി, നല്ലോണം പേസ്റ്റ് ആവരുത്, ഒന്ന് ചതച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചതച്ചെടുത്തിട്ടുള്ള പരിപ്പിലേക്ക് ഈ ഐറ്റം ഇടുക. ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് ഈ എരിവ് കൂടുമെന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടി ഇടണമെന്നില്ല. പച്ചമുളക് ചേർത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പരിപ്പും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് മാറ്റി വെച്ച ബൗളിലുള്ള ആ പരിപ്പും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്നാണ്ട് മിക്സ് ചെയ്യുക. കൈ തന്നെയാണ് ഏറ്റവും നല്ലത്. കൈകൊണ്ട് ചേർത്തെടുക്കുക. എന്നതിന് ശേഷം കണ്ടോ, ഇതുപോലെ നമുക്ക് ഉരുള ഉരുട്ടാൻ പാകത്തിന് നമുക്ക് വെള്ളം കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് വറുത്ത് കോരുന്നതിനുള്ള എണ്ണ ഒഴിച്ച് ആദ്യം ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് വറുത്ത് കോരാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് വറുത്ത് കോരാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ഈ ചേർത്ത് വെച്ച മിശ്രിതം നമ്മൾ ഓരോന്നായി ഉരുള ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അത് വടയുടെ ഒരു ഷേപ്പിലായിട്ട് വരും. അത് ഓരോന്നായിട്ട് ഈ എണ്ണയിൽ നമുക്ക് ഈ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2 എണ്ണം ഞാൻ ഇതുപോലെ തന്നെ കയ്യിലിട്ടിട്ട് വടയാക്കി മാറ്റി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് കണ്ടോ, ഇതേപോലെ ഉരുള ഉരുട്ടി ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ. ഈ ഒരു മഴയത്തൊക്കെ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് മസാല ചായയും ഇതുപോലെ ചൂടുള്ള പരിപ്പുവടയൊക്കെ. ഇത് പരിപ്പുവട ഇഷ്ടപ്പെടാത്ത ഒരു മലയാളികളും ഇല്ല അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുക, ഇതുപോലെ കഴിക്കാൻ നോക്കുക. അപ്പോൾ നോക്കൂ, അങ്ങനെ ബാക്കി ഇതിലിടാൻ പറ്റുന്ന അത്രയും ഞാൻ എടുത്തിട്ട് വടയാക്കിയിട്ട് ഇടുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് വലിയൊരു പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഇടാൻ പറ്റുന്നതൊക്കെ നിരത്തി വയ്ക്കുക. ഇത് വറുത്ത് കോരാൻ അത്ര പ്രയാസമൊന്നുമില്ല,
ഒന്ന് ഫുൾ ഫ്ലെയിമിലിടാൻ ശ്രമിക്കുക. നമ്മൾ വട ഇടുമ്പോൾ ഫുൾ ഫ്ലെയിം ആക്കുക. എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. തീ കൂടരുത്, കൂടിക്കഴിഞ്ഞ് അത് കരിയാനും പാടില്ല. പിന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് മീഡിയത്തിലേക്ക് ആക്കുക കേട്ടോ, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളൊക്കെ വേവാത്ത പോലെ ഉണ്ടായിരിക്കും. പിന്നെയൊക്കെ ചെറിയ തീയിൽ തന്നെ അത് വേവിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. നമ്മളുടെ പരിപ്പ് വട ഓരോന്നായിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അപ്പുറ ഭാഗം ഒന്ന് വെന്ത് കിട്ടണ്ടേ. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ്, അടിയിൽ പിടിക്കുകയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഏതാണോ വേവാത്തത് അത് ഓരോ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. നടുക്കിലേക്കാക്കിയിട്ട് മാറ്റി കൊടുത്താൽ പിന്നെ അവിടെ വേഗം വെന്തോളും. അപ്പോൾ ഞാൻ ഈ അരുഭാഗത്തുള്ള പരിപ്പ് വട അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി ബാക്കിയുള്ള പരിപ്പും ഇതേപോലെ തന്നെ നമ്മൾ വറുത്ത് കോരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞു. അതിൽ എത്ര എണ്ണം കൊണ്ടു? ഒരു 7 എണ്ണം. 7 പരിപ്പ് വട നമുക്ക് ഒരു തവണ വെക്കാം. അപ്പോൾ അത് ആയിട്ടോ. ഞാൻ വറുത്ത് കോരുകയാണ്. കോരി നല്ലൊരു പാത്രത്തിലേക്ക് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അതിലേക്ക് എണ്ണ വലിയാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ നേരെ അതേ പാത്രത്തിലേക്ക് എണ്ണ കളഞ്ഞിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള അവിടെ മാറ്റി വെച്ച ആ പരിപ്പ് കൂടെ ഇതുപോലെ വടയാക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഫുൾ ഫ്ലെയിമിലൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അതായത് വട എണ്ണയിലേക്ക് ഇടുന്ന സമയം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ത്രൂ ഔട്ട് ഫുൾ ഫ്ലെയിമിലാവരുത്, കരിഞ്ഞു പോവും, ഉള്ളു വേവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ ഫ്ലെയിമിലാക്കിയിട്ട് മാറ്റണം, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പരിപ്പ് ഇതുപോലെ വടയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. പരിപ്പ് വട വളരെ ഇഷ്ടപ്പെടാത്തവരായ ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചുരുക്കി പറഞ്ഞ ഇഷ്ടപ്പെടാത്തതായി ഒന്നുമില്ല അല്ലേ, എല്ലാം ഇഷ്ടം തന്നെയാണ്. ഫുഡിൻ്റെ കാര്യമൊക്കെ ഒരു ലോകം തന്നെയാണ് അല്ലേ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത 7 പരിപ്പ് വടയും കൂടെ നമ്മൾ ചട്ടിയിലേക്ക് നിരത്തി വെച്ച് കൊടുത്തു. ഈ സമയം നമുക്ക് എണ്ണ കുറവുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു തവണ ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം അടുത്ത് വെക്കുമ്പോഴേക്കും അതിനേക്കാൾ മുന്നേ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറവുണ്ടെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത പരിപ്പ് വട നമ്മൾ വറുത്ത് കോരി റെഡിയാക്കി. അടിപൊളി ചൂടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടമായല്ലോ? അപ്പോൾ കൊതിയാവുന്നുണ്ടോ കഴിക്കാൻ? അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, താങ്ക് യു. അടുത്ത ഒരു അടാർ ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. താങ്ക് യു.